ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ സുപ്രീം കോടതി നാളെ വിധി പ്രസ്താവിക്കും. എ രാജയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതിനെതിരായ ഹർജിയിലാണ് നാളെ വിധി പ്രസ്താവം വരുന്നത്. ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാല, വിശദാംശങ്ങൾ. നാളെ രാവിലെ 10:30 ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ സുപ്രീം കോടതി വിധി പ്രസ്താവിക്കുന്നത്. ജസ്റ്റിസ് അഭയ സോക്കയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഈ കേസിൽ സുപ്രധാനമായ വിധി പ്രസ്താവം നടത്തുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിരുന്നത് CPM സ്ഥാനാർത്ഥിയായിരുന്ന എ രാജയായിരുന്നു. പക്ഷേ പിന്നീട് കേരള ഹൈക്കോടതി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയാണ് ഉണ്ടായത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് രാജ സുപ്രീം കോടതിയെ സമീപിച്ചത്. കേരള ഹൈക്കോടതി പറഞ്ഞിരുന്നത് ഈ രാജ ക്രിസ്ത്യൻ മതത്തേക്ക് മാറിയതാണെന്നും മതമാറ്റം ചെയ്തതാണെന്നും പിന്നീട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പട്ടികജാതി പട്ടികവർഗ സംവരണത്തിന്റെ ആനുകൂല്യം, അതായത് ദേവികുളം മണ്ഡലം വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുള്ള മണ്ഡലമാണ്, ആ ആനുകൂല്യം പിന്നീട് അദ്ദേഹത്തിന് അവകാശപ്പെടാൻ വേണ്ടി കഴിയില്ല എന്നുമായിരുന്നു ഹൈക്കോടതി പറഞ്ഞിരുന്നത്. ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് എ രാജ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. വളരെ വിശദമായ വാദം കേൾക്കൽ കോടതി നടത്തിയിരുന്നു. അതിനെ തുടർന്നാണ് നാളെ വിധി പറയാനായി ഇപ്പോൾ കോടതി മാറ്റിയിരിക്കുന്നത്. ഹൈക്കോടതി ഡൽഹിയിൽ നിന്നും ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകുന്നത്.